അപ്പോൾ മാരുതി 800ൻ്റെ ലോവർ ആം നമ്മൾ ഇന്ന് മാറ്റാൻ പോവാണ്. അപ്പോൾ ഗട്ടറിലൊക്കെ വീഴുന്ന സമയത്ത് നല്ല സൗണ്ട്, അതായത് രണ്ട് ഇരുമ്പ് തമ്മിൽ അടിക്കുന്ന ഒരു ടക്ക് ടക്ക് എന്നുള്ള സൗണ്ട് വരുന്നുണ്ട്. അപ്പം മഴക്കാലം കഴിഞ്ഞതോടുകൂടി മാറ്റാമെന്ന് കരുതി. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഏകദേശം 600 രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് വരിക. അപ്പോൾ ഇത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ടയർ ഊറ്റി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജംഗ്ഷനിൽ വരുന്ന ബോൾട്ടുകൾ അവിടെ രണ്ട് ബോൾട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ രണ്ട് ബോൾട്ടുകൾ, അതുപോലെ തന്നെ അതിൻ്റെ ജോയിൻറ്റിൽ ഒരു ബോൾട്ട്. ഇത്രയും ബോൾട്ടുകൾ നമ്മൾ അഴിക്കേണ്ടതായിട്ടുണ്ട്. സ്റ്റെപ്പിന് വെക്കുക, ടയർ ഊരുക, അതുപോലെ തന്നെ ഒരു ടയർ താഴെ സപ്പോർട്ടിനായിട്ട് വെക്കുക. ഈ കാണുന്ന ബോൾട്ട് നമ്മൾ ഊരിയെടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു സേഫ്റ്റി പിൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെയും. അപ്പോൾ ഇവിടെയുള്ള സേഫ്റ്റി പിൻ നമ്മൾ ഊരിയെടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു നട്ട് ഊരി മാറ്റുക. അപ്പോൾ അതുപോലെ തന്നെ ഇടുന്ന സമയത്ത് ഈ സേഫ്റ്റി പിൻ തീർച്ചയായിട്ടും ഇടുക. അതിൻ്റെ സ്റ്റോപ്പറാണത്. അപ്പോൾ ഇവിടെ ഒരു വാഷറും പിന്നെ റബ്ബറിൻ്റെ ബുഷൊക്കെ വരുന്നുണ്ട്, കൃത്യമായിട്ട് അത് തന്നെ ഇടുക. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ രണ്ട് ബോട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് അഴിക്കാൻ വേണ്ടി കുറച്ച് ടാസ്ക്കാണ്. ഇടുന്ന സമയത്ത് ഈ ഒരു പൊസിഷനിൽ നമ്മൾ എന്തെങ്കിലും വെച്ചിട്ട് ഒരാളെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ജാക്കി തെന്നിപ്പോകാൻ നോക്കുക, അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. കുറച്ച് ടൈറ്റ് ഉണ്ടാവും. അപ്പം മാക്സിമം നമ്മൾ WD-40 ഒക്കെ അടിച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം മാത്രം വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹാമർ യൂസ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ത്രെഡ് പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു ജംഗ്ഷനിൽ വരുന്ന ഈ ഒരു ബോൾട്ട് ഇതേപോലെ നമുക്ക് മാക്സിമം ഒന്ന് ലൂസ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ ഫുള്ള് ത്രെഡ് വരില്ല, തെറ്റത്ത് കുറച്ച് ത്രെഡ് മാത്രമാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബാർ വരുന്നുണ്ട്, അടിയിൽ സപ്പോർട്ടായിട്ട് വരുന്ന ഒരു ബാർ. അപ്പോൾ ഇവിടെ നിന്നൊരു ചെറിയ ഇത് ലോറാമിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് എന്തെങ്കിലും വെച്ചിട്ട് തട്ടിക്കഴിഞ്ഞാൽ താഴോട്ട് ഊരി വരും. അപ്പോൾ പുതിയ നമ്മൾ ഇതുപോലെ ഫിറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ലോറാമിൻ്റെ ഈ ബുഷ് വരുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഈ ഒരു ബുഷ് വരുന്ന ആ ഒരു സ്ഥലം നമ്മൾ കയറ്റിയിട്ട് മാക്സിമം ഹാമർ വെച്ചിട്ട് ഉള്ളിലോട്ട് കയറി എന്ന് ഉറപ്പായതിനു ശേഷം മാത്രമേ നമുക്ക് ആ നെറ്റ് ഇടാൻ പറ്റൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു സ്പേസ് ഉണ്ടാവും. ആ സ്പേസിലോട്ടാണ് ആ നെറ്റ് കയറി നിൽക്കുക. ഇതൊന്നും കുഴപ്പമില്ല. ഇത് നമുക്ക് ഏകദേശം ഈ ഒരു പൊസിഷനിൽ ഗ്രീസൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഇടുന്നത്. താഴെയുള്ള ആ ഒരു ടയറിൻ്റെ പൊസിഷനിൽ വരുന്നത്, അതായത് ഇപ്പോൾ ടൈറ്റ് ആക്കുന്ന ആ ഒരു പൊസിഷൻ കാണിച്ചു തരാം. ആ ഒരു പൊസിഷൻ പൂർണ്ണമായിട്ടും അതിൻ്റെ ഉള്ളിലോട്ട് കയറി, അതായത് ഈ ഒരു ജോയിൻ്റാണ് പറയുന്നത്, പൂർണ്ണമായിട്ടും ഉള്ളിലോട്ട് കയറിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ആ മുകളിലുള്ള ആ ഒരു നട്ട് ഇടാൻ പറ്റുക. അവസാനമായിട്ട് ഇവിടെ റബ്ബറിൻ്റെ ബുഷും കാര്യങ്ങളും സേഫ്റ്റി പിൻ ഇടുക. ഇത്രയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സജഷൻസ്, എല്ലാ കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ കാണാം. ബൈ.